ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും കാത്തിരുന്ന GDSൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ തന്നെ അത്യാവശ്യം എത്ര ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിക്കാം നിങ്ങൾക്ക്. ഇതിൽ ഏകദേശം ഇവിടെ കാണാം നിങ്ങൾക്ക് 1353 ഉദ്യോഗാർത്ഥികളാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇനി ചാൻസ് ഉണ്ടോ, എത്ര ലിസ്റ്റ് വരെ വരും എന്നുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നമ്മളെ കയ്യിൽ വേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളൊക്കെ വരാം. നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇത്തരം അപ്ഡേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് ലിസ്റ്റാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക്. ജനുവരി 2025 കേരള സർക്കിളിൻ്റെ ലിസ്റ്റാണ്. ഇനി മറ്റേ തമിഴ്നാട് മറ്റേത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ലിസ്റ്റ് 1 നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എത്ര ലിസ്റ്റ് വരുമെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സീരിയൽ നമ്പറാണ്, ഇത് നമ്മൾ അപ്ലൈ ചെയ്ത ഡിവിഷനാണ്. ഇവിടെ ഈ ഒരു കോളം അപ്ലൈ ഡിവിഷൻ, ഇത് നമ്മുടെ ഓഫീസ്, ഇത് നമ്മുടെ പോസ്റ്റ് നെയിം, ഇത് നമ്മുടെ പോസ്റ്റ് കമ്മ്യൂണിറ്റി, നിങ്ങളുടെ ഏത് കമ്മ്യൂണിറ്റി ആണെന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, പിന്നെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഒബ്റ്റൈൻഡ്, നിങ്ങൾ നേടിയിരിക്കുന്ന ശതമാനം എത്രയാണെന്നുള്ളതാണ്. പിന്നെ ഡോക്യുമെൻറ്റ്സ് ടു ബി വെരിഫൈഡ് വിത്ത്, ഈ ഡോക്യുമെൻറ്റ്സ് ടു ബി വെരിഫൈഡ് വിത്ത് എന്നുള്ള ഈ കോളത്തിലുള്ള ഡിവിഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ എവിടെയാണോ ചൂസ് ചെയ്ത് വെച്ചാൽ അവിടെയാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ചില ആളുകൾ വേറെ എന്താണ് ഡിവിഷൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേറെയും കൊടുത്തിരിക്കാം. അവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ മാറി തന്നെ കാണിക്കും. അപ്പോൾ അത് അവർ ആ ഒരു എന്താ പറയുക ഡിവിഷനിൽ തന്നെ പോകണം. അധികവും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉദ്യോഗാർത്ഥികൾ കൊടുത്തിട്ടുണ്ടാകുക. ഏത് ഡിവിഷനിലാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തത് അവിടെ തന്നെ ആയിരിക്കും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, അതിൽ എവിടെയാണോ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നോക്കുക. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഈ പറയുന്ന കോളത്തിലുള്ള ഡിവിഷനിലാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ടത്. ആ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്നതിന് ഡേറ്റ് ഇവിടെ കട്ട് ഓഫ് ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 7/4/2025. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ പറയുന്ന ഓൺ ഓർ ബിഫോർ ആണ്. ശ്രദ്ധിക്കണം, നിങ്ങൾ ഓൺ ഓർ ബിഫോർ ആണ് 7/4/2025. അപ്പം നിങ്ങൾക്ക് April 7 വരെ നിങ്ങൾക്ക് മാക്സിമം ടൈം. ഓക്കെ, April 7 മുതൽ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് 21-നാണ് ലിസ്റ്റ് വന്നത്, മാർച്ച് 21-നാണ് ലിസ്റ്റ് വന്നത്. ഓക്കെ, മാർച്ച് 21 ഒരു 22-നാണെന്ന് തോന്നുന്നു കേട്ടോ ലിസ്റ്റ്. ഇതിൽ ഡേറ്റ് ഇട്ടിരിക്കുന്നത് അവർ 21-ആണ്, ഇന്നലെ ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ, 21-നാണ് അതിൽ കാണിക്കുന്നത്. അപ്പം ഇന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ട മുതൽ, അതായത് ഈ പറയുന്ന മൺഡേ മുതൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് 23-ആണ്, 24 മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് അതത് ഇവിടെ കൊടുത്തിരിക്കുന്ന അതത് ഏതാണോ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ ഡിവിഷൻ വെച്ചാൽ അവിടെ പോയിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് നിങ്ങൾ പോകേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് 7/4/2025 ആണ്. ഈ 7/4/2025 എന്ന് പറയുന്ന ഡേറ്റോ അതിൻ്റെ ഉള്ളിലോ നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകണം. അപ്പോൾ ഞാനെപ്പോഴും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ 7/4/2025 വരെ കാത്തിരിക്കരുത്. നിങ്ങൾ ഈ മൺഡേ 24, അതായത് 24 മാർച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പോകാൻ ശ്രമിക്കുക. അത് പറ്റിയില്ലെങ്കിൽ 25 മാർച്ച് പോകാൻ നോക്കുക. അത് പറ്റിയില്ല 26. വല്ലാതെ അങ്ങോട്ട് നീണ്ടു പോകണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും അപാകതകളുണ്ട്, അത് പരിഹരിക്കാനുള്ളൊരു സമയം ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ച് ആവശ്യമുള്ള രേഖകളൊക്കെ ഉണ്ടാക്കാനും എളുപ്പമായിരിക്കും. അതുകൊണ്ട് 7/4/2025 വരെ നിങ്ങൾ കാത്തിരിക്കരുത്. 7/4/2025 എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ട അവസാന തീയതിയാണ്. ഇതിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. പിന്നെ നിങ്ങളുടെ മൊബൈലിലേക്കും മെയിലിലേക്കൊക്കെ എന്താണ് മെസ്സേജ് വന്നിട്ടുണ്ടാകും, അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാമെങ്കിൽ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. വെരിഫിക്കേഷൻ നമ്മൾ പോകുന്ന സമയത്ത് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം. അതെന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഞാൻ പറയാം. പിന്നെ അതിൻ്റെ 2 സെറ്റ് ഫോട്ടോ കോപ്പി എടുത്തിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ ലിസ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അപ്ലൈ എന്നുള്ള കോമൺ ആയിട്ട് നമ്മളിങ്ങനെ കൊടുക്കുന്നതാണ്, അത് നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട കേട്ടോ. നമ്മൾ ഞാൻ പാറ്റേൺ മാറ്റം വരുത്തുന്നില്ല, അവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിലാണ്. അപ്പോൾ അതിൽ നിങ്ങൾ അപ്ലൈ എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റ് GDS എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേരള സർക്കിൾ. ഇപ്പോൾ ഞാൻ കേരള സർക്കിൾ മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലിസ്റ്റ് 1 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ കുറച്ച് അനക്ഷർ, അതായത് അനുബന്ധങ്ങളുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതും പാടെ നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് കൊണ്ടുപോകണം.
പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ GDS നേരെ ഇപ്പോൾ ഞാൻ കാണിച്ചതാ ഈ ഒരു പേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്ലൈ നൗ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ GDS ഈ ഒരു ഹോം പേജിലേക്കാണ് നമ്മൾ വരുന്നത്. ഇല്ല നിങ്ങൾ ഗൂഗിളിൽ GDS അടിച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് 2025 പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ, ഇതിൽ ജസ്റ്റ് നിങ്ങൾ മൗസ് വെച്ചാൽ ജസ്റ്റ് എന്താണ് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കേരള ലിസ്റ്റ് 1 എന്ന് ഇവിടെ കാണാൻ പറ്റും. കേരള എന്നുള്ള സെലക്ട് ചെയ്യുക നിങ്ങൾ. ഓക്കെ, ലിസ്റ്റ് 1. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി അതല്ല നേരെ തിരിച്ച് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന മറ്റു സ്റ്റേറ്റിലെ അല്ലെങ്കിൽ മറ്റു സർക്കിളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തമിഴ്നാടോ കർണാടക ഏതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ലിസ്റ്റുമായി സംബന്ധിച്ച്. ഇനി നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്തും നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ലിസ്റ്റിലുണ്ടോ നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഞാൻ ഇതിന് ഇനി എത്ര ലിസ്റ്റ് വരെ വരും എന്നുള്ള കാര്യം പാടെ വീഡിയോയിൽ പറയാം. ഓക്കെ, ആദ്യം ഇതൊന്ന് പറയട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോർമാറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉള്ളത്. അതായത് SC/ST OBC EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ആ ഒരു അനുബന്ധം 5 ഞാൻ നമ്മുടെ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഓപ്പണായി കാണിക്കാം. ഓക്കെ, ഇതാണ് അനുബന്ധം 5 അനക്ഷർ 5 എന്ന് പറഞ്ഞിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ ആക്കാം. ഇതിൽ അവർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഫോർമാറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്. ഈ ഒരു ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് എന്നാണ് അവർ പറയുന്നത്. കണ്ടോ, SC/ST സർട്ടിഫിക്കറ്റ്. അതിൻ്റെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം OBC സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ട്, നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സിൻ്റെ. പിന്നെ അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ്, അത് EWS കാൻഡിഡേറ്റ്സ്. ഇങ്ങനെ 3 സർട്ടിഫിക്കറ്റ് ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്, അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അനുബന്ധം 5. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റ്, അതായത് ഇപ്പോൾ അതത് കാൻഡിഡേറ്റ്സ് SC/ST ആണെങ്കിൽ ഈ ഒരു ഫോർമാറ്റാണ് വേണ്ടതെന്നാണ് അവർ പറയുന്നത്, OBC ആണെങ്കിൽ ഇതാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡിജിറ്റലായിട്ട് എടുക്കുന്ന ഫോർമാറ്റ്, ഡിജിറ്റലായിട്ട് നമ്മൾ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എടുക്കല്ലോ, ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എടുക്കേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് നിങ്ങൾ എടുക്കുന്നത്, നിങ്ങളാണെങ്കിൽ അക്ഷയയിലോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ നോക്കുക ഇത് ഫോർമാറ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അവരോട് ചോദിക്കുക. ഇതേ ഫോർമാറ്റാണ് അവർ വേണമെന്ന് പറയുന്നത്. അപ്പോൾ അവരോട് വേണമെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അതല്ല നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് ഈ ഒരു ഫോർമാറ്റായിട്ട് പോയി കഴിഞ്ഞാൽ, അല്ല നമ്മുടെ ഡിജിറ്റൽ ഇപ്പോൾ OBC കാൻഡിഡേറ്റ്സിൻ്റെയാണ് മെയിനായിട്ട് ഇഷ്യൂ. OBC ആണെങ്കിൽ OBC NCL കാൻഡിഡേറ്റ്സ് ഈ ഒരു ഡിജിറ്റൽ ഫോർമാറ്റായിട്ട് പോയിട്ട് അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു ടൈമൊക്കെ അവർ തരേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അടുത്തത് നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന അനുബന്ധം 5 തന്നിരിക്കുന്ന ഫോർമാറ്റിലുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതെന്നാണ് പറയുന്നത്. അങ്ങനെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ, ഒറിജിനൽ ഇല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേച്ചർ ഫെയിൽ ആവുമെന്നാണ് അവർ പറയുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എന്താണ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും, അതായത് നമ്മുടെ കാൻഡിഡേച്ചർ റിജക്റ്റ് ആവും എന്നാണ് അവർ പറയുന്നത്. പിന്നെ മറ്റൊരു രീതി ഇവിടെ പറയുന്നുണ്ട്, ഇൻ കേസ് ഓഫ് നോൺ അവൈലബിലിറ്റി ഓഫ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ദ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ആണ് അവർ പറയുന്നത് വെരിഫിക്കേഷൻ ഓഫ് ദ ഡോക്യുമെന്റ്സ് വിൽ പ്രൊവിഷണലി സെലക്ടഡ് ആൻഡ് വുഡ് റിക്വയർഡ് ടു submit the same within 15 days from the date of offer of professional engagement. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന അവർ തന്നിരിക്കുന്ന SC/ST OBC അതേ സെയിം ഫോർമാറ്റ് നമ്മളെ കയ്യിലില്ല എങ്കിൽ അവർ നമുക്കൊരു അതായത് അത് നമുക്ക് അവൈലബിൾ അല്ല എങ്കിൽ നമുക്കൊരു ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം പെർഫെക്റ്റ് ആണ് എങ്കിൽ ഒരു 15 ദിവസം വരെ അവർ നമുക്ക് എന്ത് ചെയ്യും, അതിനൊരു റിലാക്സേഷൻ തരും. ആ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അത് ഫെയിൽ ആയാൽ നമ്മുടെ കാൻഡിഡേച്ചർ റിജക്റ്റ് ആവും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട, അവർ തന്ന ഫോർമാറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ബെറ്റർ ആണ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഏകദേശം 2 വീക്ക് ഉണ്ട്, 2 വീക്കിൻ്റെ മുകളിലുണ്ട് നമുക്ക് ടൈം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അതേ ഫോർമാറ്റ് തന്നെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അതേ ഫോർമാറ്റുമായിട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ ഒറിജിനലും വേണം, 2 സെറ്റ് ഫോട്ടോ കോപ്പിയും വേണം. എന്തൊക്കെയാണെന്നുള്ളവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാർക്ക് ഷീറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, ഐഡൻറ്റിറ്റി പ്രൂഫിന് വേണ്ടി നിങ്ങളുടെ വോട്ടർ ID ആധാർ കാർഡ് ഏതെങ്കിലും ഒന്ന് എടുക്കുക, അതിൻ്റെ ഇതിനൊക്കെ ഫോട്ടോസ്റ്റാറ്റ് 2 കോപ്പി വേണം. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ ഫോർമാറ്റിലുള്ള SC/ST OBC EWS ഒക്കെ ആണെങ്കിൽ, പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, ശാരീരിക പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും മതി. പിന്നെ EWS കാൻഡിഡേറ്റ്സ് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അവരത് വേണം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിന് വേണ്ടി നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് മതി. ഇനിയല്ല നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഇനി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം, അത് എല്ലാ വിദ്യാർത്ഥികളും ചെയ്യേണ്ടത് തന്നെയാണ്. അത് ഈ പറയുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിസ്പെൻസറീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആയാലും മതി. അപ്പോൾ നിങ്ങളുടെ സമീപത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ റെഡിയാക്കുക. അത് നിർബന്ധമാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത്. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് ഇത് നമുക്ക് വേണ്ട കേട്ടോ, അത് അരുണാചൽ പ്രദേശുള്ളവർക്ക് സ്റ്റേറ്റിലുള്ളവർക്കാണ് നമ്മൾ നോക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ നിർബന്ധമായിട്ടും, ഒരു ഒറിജിനലും വേണം,
വേണം അതിൻ്റെ 2 സെറ്റ് ഫോട്ടോ കോപ്പി എടുക്കുക. എന്നിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ കൈവശം വേണം. പിന്നെ കുറച്ച് അനുബന്ധങ്ങളുണ്ട്. ആ അനുബന്ധങ്ങൾ ഞാൻ പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാം അനുബന്ധം 4 നോക്കാം നമുക്ക്. 4ൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം അണ്ടർടേക്കിംഗ് റിഗാർഡ് റിമൂവ്ഡ് ഡിസ്മിസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് നമ്മൾ ഗവൺമെൻറ് സർവൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രാമീൺ തെക്കായിട്ടോ നമ്മൾ ഈ പറയുന്ന എന്താണ് പിരിച്ചു വിട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്തിട്ടോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പിക്കുന്നതിനുള്ള ഒരു അനുബന്ധമാണ്. പിന്നെ അടുത്തത് നിങ്ങൾക്കിവിടെ കാണാം 5, അത് ഓപ്പൺ ആക്കാം. 5ൽ നിങ്ങൾക്കിവിടെ കാണാം ഇത് നമ്മുടെ SC അതുപോലെ OBC NCLൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ EWSൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ് ഇതിലുള്ളത്. പിന്നെ അടുത്തത് അനുബന്ധം 6 ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് കാണാം. അനക്ഷൻ 6 ഇതിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ അനുബന്ധം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ അതുപോലെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ നിങ്ങൾക്ക് എന്താണ് യൂസ് ചെയ്യാൻ അറിയാം എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ആണ്, നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളത് ഇതൊക്കെ നമ്മൾ തന്നെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അത് വേറെ ആരും ഫില്ല് ചെയ്യേണ്ടതല്ല. ഈ അനുബന്ധങ്ങളൊക്കെ ഇതല്ല കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ല, കാറ്റഗറി സർട്ടിഫിക്കറ്റ് അല്ലാത്ത ബാക്കിയുള്ള അനുബന്ധങ്ങൾ നമ്മൾ തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ് കേട്ടോ. അതൊക്കെ നമ്മൾ തന്നെ ഫില്ല് ചെയ്യാണ് ചെയ്യേണ്ടത്, വേറെ ആരും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ അടുത്തത് നിങ്ങൾക്കൂടെ അനുബന്ധം 7 ആണ്. അത് ഓപ്പൺ ആക്കി കാണിക്കാം. അനുബന്ധം 7ൽ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ, ബൈസൈക്കിളും അതുപോലെ തന്നെ 2 വീലറൊക്കെ ഓടിക്കാൻ അറിയും എന്നുള്ളതിന് ഉള്ള ഒരു അനുബന്ധമാണ്. ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്ലേസ് ഡേറ്റ് ഒക്കെ എഴുതിയിട്ട് കേട്ടോ. ഓക്കെ. പിന്നെ അടുത്തത് വന്നിരിക്കുന്ന 8ാമത്തെ അനുബന്ധമാണ്. നിങ്ങൾക്കൂടെ കാണാം. 8 ഞാൻ ഓപ്പൺ ആക്കുന്നു. ഈ അനുബന്ധം 8ൽ എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ GDSൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വളരെ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും. അതിൻ്റെ മിനിമം 10,000 ആയിരിക്കും, മാക്സിമം നമുക്കൊരു 20,000 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കൊക്കെ ഏൺ ചെയ്യാം. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻകം മതി എന്നുള്ളതിന് നമുക്ക് വേറൊരു ഉപജീവന മാർഗ്ഗമുണ്ട് എന്നത് നമ്മൾ തെളിയിക്കുന്നതിനുള്ള ഒരു അനുബന്ധമാണ്. ഇതൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടവർക്ക് കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ആക്കണം. അതായത് നമുക്ക് ഈ പറയുന്ന JDS നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം കൊണ്ട് നമ്മുടെ കുടുംബം വേറെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകും. കാരണം നമുക്ക് വേറൊരു സോഴ്സ് ഓഫ് ഇൻകം പാടെ ഉണ്ട് എന്നുള്ളതിനെ തെളിയിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നമ്മൾ ഉറപ്പ് നൽകുന്നതിനുള്ള ഒരു അണ്ടർടേക്കിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. അതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ. പിന്നെ അടുത്തത് അനുബന്ധം 9 ആണ്. അനുബന്ധം 9ൽ നമുക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള ഡിക്ലറേഷനാണ്. അതായത് നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും എന്താണ് ശരിയാണ്, അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നമ്മൾ കാൻഡിഡേറ്റ് റിജക്റ്റ് ആകും. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെ അടുത്തത് അനുബന്ധം 10 ആണ്. ഈ അനുബന്ധം 10 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. ഇത് ഒരു കൺസെൻറ്റ് ആൻഡ് ഡിക്ലറേഷനാണ്. അത് ഈ പറയുന്ന നമ്മുടെ മാർക്ക് ഷീറ്റ് API സൈറ്റിലൂടെ എന്താണ് അത് വെരിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് നമ്മൾ കൊടുക്കുന്ന ഒരു പെർമിഷനാണ്. അതായത് API സൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും അതൊരു പോർട്ടലാണ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി കീഴിലുള്ളതാണ്. അപ്പോൾ ആ ഒരു പോർട്ടലിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മാർക്ക് ഇപ്പോൾ ഡിജി ലോക്കറിൽ നിന്നാണ് ഇതിപ്പോൾ ഡാറ്റ എടുക്കുന്നത്. ഇവരിപ്പോൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ ഓൺലൈൻ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണോ, നമ്മൾ മാർക്ക് അടിസ്ഥാനത്തിലാണല്ലോ ഇതിൽ സെലക്ഷൻ. അപ്പോൾ ആ മാർക്കൊക്കെ ഇപ്പം എന്താണ് നമ്മൾ A+ കൊടുത്തിട്ടുണ്ടാവും, A കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പെർമിഷൻ നമ്മൾ കൊടുക്കുകയാണ്. അതാണ് ഇതും പാടെ നമ്മൾ അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. ഇതും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. പ്ലേസ് ഡേറ്റ് സിഗ്നേച്ചറൊക്കെ എഴുതിയിട്ട് കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇത്രയും അനുബന്ധങ്ങളും പാടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കയ്യിലുണ്ടായിരിക്കണം ഫില്ല് ചെയ്തിട്ട്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എത്ര ലിസ്റ്റ് വരെ വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് ഏകദേശം 6 ലിസ്റ്റാണ്. ഓക്കെ. ഞാൻ ജസ്റ്റ് വെറുതെ പറയുന്നതല്ല, നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ കിടക്കുന്നുണ്ട്. ഞാനൊന്ന് കാണിക്കാം നിങ്ങൾക്ക്. നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. നമ്മുടെ വെബ്സൈറ്റിലൂടെ സെർച്ച് എന്നുള്ള ബട്ടണിലുണ്ടല്ലോ, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ സെർച്ച് എന്നുള്ള ബട്ടൺ ഉണ്ടായാലും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, GDS ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. GDS എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്കിവിടെ റിസൾട്ട് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്, അതിൽ പോയി നോക്കിയാലും മതി. അപ്പോൾ GDS എന്നുള്ള ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിപ്പോൾ നമ്മളിപ്പം ചെയ്തതാണ് 2025 ആണ്. മറ്റേ ഇവിടെ കാണാം നിങ്ങൾക്ക് 6th മെറിറ്റ് ലിസ്റ്റ് കണ്ടോ. ഓക്കെ. 6ാമത്തെ മെറിറ്റ് ലിസ്റ്റ് വരെ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. ഷോർട്ട് ലിസ്റ്റ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 6 ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിന് മുൻപത്തെ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 3ഓ 4ഓ മെറിറ്റ് ലിസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് എപ്പോൾ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജൂലൈയിലാണ് നെക്സ്റ്റ് വരിക. ഓക്കെ. അടുത്ത GDSൻ്റെ നോട്ടിഫിക്കേഷൻ വരെ ജൂലൈയിലാണ്. അപ്പോൾ നിങ്ങൾ എക്സാമോ കാര്യങ്ങളൊന്നുമില്ല, ഒരു 100 റുപ്പീസ് നമ്മളതിന് ഫീ കൊടുക്കേണ്ടി വരും. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യാതൊരു ഫീസും വേണ്ട, SC/STക്ക് ഫീ വേണ്ട. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുക. പിന്നെ പലരും നമുക്ക് പറയാം മാർക്കാണ് പ്രധാനമായിട്ടുള്ളൊരു ക്രൈറ്റീരിയ എങ്കിലും നിങ്ങൾ ആലോചിക്കാം ഓരോ വർഷവും 20,000 30,000 ഒക്കെ വേക്കൻസികൾ വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്ത് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും ഇതിലേക്ക് എലിജിബിൾ ആയിക്കോണമെന്നില്ല. കാരണം അവരുടെ അപേക്ഷയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം, അവരുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യും,
എന്ത് ചെയ്യും, നെക്സ്റ്റ് ആരാണോ ഉള്ളത് വെച്ചാൽ അവരിലേക്കാണ് ആ ലിസ്റ്റ് വരിക. അതുകൊണ്ടാണ് ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 6 ലിസ്റ്റ് വരെ വന്നത്. പിന്നെ ഇതിൽ കിട്ടിയവർ തന്നെ ചിലപ്പം വേറെ എന്തെങ്കിലും എക്സാം എഴുതി പോയിട്ടുണ്ടാകാം. അതായത് ഇതിലേക്ക് ഇപ്പം കിട്ടിയ സമയത്ത് അവർ വില്ലിങ് അല്ലാതിരിക്കാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ എന്താണ് നമുക്ക് വീണ്ടും അവസരങ്ങൾ ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് കൂടെ കാണാം. ഇതിൻ്റെ 95 ഇപ്പം മിനിമം 95% ഇതിൽ കണക്കാക്കുന്നത്. അപ്പോൾ അതെന്ത് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന നമ്മുടെ A+ എന്ന് പറയുന്നത് നമുക്ക് 100% മാർക്ക് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് നിങ്ങളെ. ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്താണ് ഫുൾ A+ കിട്ടി. ആ ഫുൾ A+ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് 100% മാർക്ക് കിട്ടിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നത്. കാരണം ഇവിടെ ചിലപ്പം ഒരു A+ കിട്ടിയ കുട്ടിക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണ് 100 മാർക്കാണെന്ന് വിചാരിക്കുക. നമ്മളൊരു സബ്ജക്റ്റ് 100 മാർക്കാണെന്ന് ഇമാജിൻ ചെയ്യുക വെറുതെ. ആ ഇമാജിൻ ചെയ്ത് കഴിയുക അതിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊരു എന്താണ് നമ്മളിതിൻ്റെ ഒരു എന്താണ് വെയിറ്റേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ മേ ബി എന്താണ് 91 മുതൽ നിങ്ങൾക്ക് ഒരു എന്താണ് ഇപ്പം ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത് 100 വരെയുള്ള മാർക്കാണെന്ന് വിചാരിക്കുക നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏത് മാർക്ക് കിട്ടിയാലും ആ കുട്ടിക്ക് A+ ആയിരിക്കും കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ A+ ആയിരിക്കും അവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി ചിലപ്പോൾ 92 ആയിരിക്കാം, ചിലപ്പോൾ 95 ആയിരിക്കാം, പിന്നെ 100, ചില കുട്ടിക്ക് 100 തന്നെ ആയിരിക്കാം. ഓക്കെ, അതാണ് ഗ്രേഡിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ സ്കോർ കാർഡ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പരീക്ഷാവാനിന്ന് വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് കറക്റ്റ് എക്സാക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അത് പരീക്ഷാവാനായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യവുമാണ്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ പലരും ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്, എനിക്ക് ഫുൾ A+ ആണ്, എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏകദേശം 2010 അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 2008 മുതൽ ഒക്കെ അങ്ങോട്ട്, അല്ലെങ്കിൽ 2009, 10 മുതലൊക്കെ അങ്ങോട്ട് നമുക്ക് ഫുൾ A+ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. ഓക്കെ, അതായത് A+ൻ്റെ നമ്പർ കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം, ഇപ്പം നമ്മൾ 2010 പുറത്തേക്കൊക്കെ പഠിക്കുന്നവർ SLC പാസ്സാകുന്നവരുടെ എണ്ണം തന്നെ എന്താണ് വളരെ നാട്ടിലൊക്കെ നോക്കിയാൽ മതി വളരെ കുറവായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങനെയല്ല, ട്രെൻഡ് മാറി. എന്താണ് ഫുൾ A+ കിട്ടുന്നവരുടെ കൗണ്ട് ഭയങ്കര കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങളുടെ A+ ഓക്കെയാണ്, അതായത് ഇപ്പം നമുക്ക് ഫുൾ A+ ഉണ്ടാകാം, പക്ഷേ അതിൽ മാർക്ക് വാരി ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇനി അത് മാത്രമല്ല, ഒരേ മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, അതിൽ സീനിയോറിറ്റി ഏജാണ് നോക്കുക. പിന്നെ അടുത്ത അതിൻ്റെ ടൈ ബ്രേക്ക് ചെയ്യുന്നത് ഏജ് നോക്കിയിട്ട് അതിൽ കൂടുതൽ ഏജ് ആർക്കാണോ അവർക്കാണ് ആ പോസ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിലൊരു എന്താണ് ഇപ്പോൾ മാർക്ക് കുറഞ്ഞവർ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയങ്ങളിൽ എന്താണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 6 ലിസ്റ്റ് വന്നു ഞാൻ പറഞ്ഞു, അതിന് മുന്നത്തെ പ്രാവശ്യം 3 or 4 വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വേരിയേഷനൊക്കെ ചിലപ്പം വരാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ബാക്കിയൊക്കെ പിന്നെ നമുക്ക് ആ ചാൻസ് വന്നാൽ നമുക്കതിലേക്ക് നമ്മൾ അയ്യടാന്നാവരുത്. പിന്നെ നമ്മളെക്കാൾ കുറഞ്ഞ മാർക്ക് കിട്ടിയവർ ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ കൊടുത്തില്ല എന്നുള്ളൊരു കുറ്റബോധം വേണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ നമുക്കത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഇതിൻ്റെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈമും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അപ്ലൈ ചെയ്യുക. ഇതിൽ കിട്ടിയില്ല ഇതാക്കണ്ട, കാരണം ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിലേക്ക് ജസ്റ്റ് ട്രൈ ചെയ്യുക, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ വർക്കും കാര്യങ്ങളും, ഇപ്പോൾ ഏതൊരു ജോലിയാണെങ്കിലും നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളാ താല്പര്യത്തോടെ ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്. നമുക്ക് അത്യാവശ്യം സമൂഹത്തിൽ എന്താണ് ഇപ്പോൾ GDS ഒക്കെ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വിലയും കാര്യങ്ങളുണ്ട്. ശമ്പളം മാത്രമല്ലല്ലോ, നമുക്കൊരു ജോലിയിൽ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.